ഭാഗ്യമാണ് ഇതെനിക്ക് ചെറിയ മെഴുകുതിരിയിൽ വന്നത്. എനിക്കറിയത്തില്ല, എനിക്കിത് കിട്ടാൻ പോലുള്ള യോഗ്യതയില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ എക്സാമിന് ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും 20 പേര് ഞങ്ങളുടെ പ്രാർത്ഥിക്കുമായിരുന്നു, റൂമിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 20 പേര് പാസ്സായി, എല്ലാവരും പാസ്സായി. ഞങ്ങൾ റൂമിൽ വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചവർ നല്ല മാർക്കോടുകൂടി പാസ്സായി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഓരോന്ന്, അതായത് നമ്മുടെ റോസാപ്പൂക്കൾ, അങ്ങനെ ഓരോ സുഗന്ധങ്ങൾ ഓരോന്ന് കാണുമായിരുന്നു. അതിനു മുമ്പ് മാതാവിന്റെ ഡിസംബർ 7-ാം തീയതി മാതാവിന്റെ പ്രതീക്ഷീകരണ ദിവസം ഞങ്ങൾ 20 തവണ മാതാവിന്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഒരു റൂമിൽ മാതാവിന്റെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ മാതാവിന്റെ സുഗന്ധ അനുഭവവും പച്ചത്തിരിയിലും നീലത്തിരിയിലും മാതാവിന്റെ ഹൃദയവും റോസപ്പൂവും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ കന്നഡ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരോട് ഞങ്ങൾ ഈ മാതാവിന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയും, അവർ ഉടമ്പടി എടുക്കുകയും അവരും ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, എക്സാമിന് മുമ്പ് ഞങ്ങൾക്കും കുറച്ച് ഉപ്പ് തരാമോ എന്ന് ചോദിച്ച് ഞങ്ങൾ ഉപ്പ് കൊടുക്കുമായിരുന്നു. പിന്നെ ഡിസംബർ 6-ാം തീയതി ഞങ്ങളുടെ റിസൾട്ട് വന്നു. അന്ന് പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാവരും നല്ല മാർക്കോടെ ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും കിട്ടി. ഞങ്ങൾ എല്ലാവരും പാസ്സായി.